ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ് തന്നെ ചീത്തകൾ എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ അവസാനത്തിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ എന്താകുമ്പോഴാണ് മെയിൻലൈറ്റിലേക്ക് ലോഞ്ച് ആകാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിക്കാനും അതിൻ്റെ ചെറിയ കുറച്ച് ഡീറ്റെയിൽ പറയാനും അതോടൊപ്പം നമ്മുടെ ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള പുതിയ അപ്ഡേറ്റുകളും ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നതും എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഹെൽപ്പും ഞാൻ ഈ ടൈം ഫാമിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എല്ലാവരും കേൾക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്ന ഈ പൈൻ്റെ കാര്യമാണ്. ഞാൻ ഈ പൈയിൽ പറയാൻ പോകുന്നത് ഇത്രത്തോളം എക്സ്ചേഞ്ചുകൾ നമ്മുടെ ഇവിടെ പൈയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ മേജറായിട്ട് എക്സ്ചേഞ്ച് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് OKX അതേപോലെ തന്നെ ബിറ്റ്ഗെറ്റും ആണ്. ബാക്കിയുള്ള എക്സ്ചേഞ്ചിൻ്റെ എല്ലാം ഈ മെയിൻ നെറ്റിൽ നിന്ന് അവൻ്റെ ഓൺ എക്സ്ചേഞ്ച് അനൗൺസ്മെൻറ്റ് പേജിൽ അവർ തന്നെ ട്രേഡിംഗ് പെയർ ആയിട്ട് എടുക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ പൈ ഒഫീഷ്യൽ സൈറ്റിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് എന്താണ് ഓരോ എക്സ്ചേഞ്ചിലും അതൊരു ട്രേഡിംഗ് പെയർ ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവും. അപ്പോൾ മേജറായിട്ട് ലിസ്റ്റ് ആവാൻ പോകുന്ന എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് മെക്സി, ഗേറ്റ്വേയോ, ബിറ്റ്ഗെറ്റ്, അതേപോലെ തന്നെ OKX ആണ്. അതേപോലെ തന്നെ HTX, എൽ ബാങ്ക്, ബാക്കിയുള്ള അൺപോപ്പുലർ ആയിട്ടുള്ള കുറേ ഇതുണ്ട്. ഇപ്പോൾ കിടക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ IOU വാല്യൂ ഇല്ലെങ്കിൽ പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസും കൂടി ഞാൻ പറഞ്ഞിട്ട് അടുത്ത ടൈം ഫാമിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ബിറ്റ് മാർട്ടിൽ ഇപ്പോൾ കറൻ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് $33 ആണ്. ചിലപ്പോൾ ഈ വീഡിയോൻ്റെ സമയത്ത് അതിൽ മാറ്റവും കൂടാനും കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. HTXൽ $61, എൽ ബാങ്കിൽ $28, മെക്സിയിൽ $23, ഗേറ്റ്വേയിൽ 0.0025 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സിലാണ് നമ്മുടെ ഇപ്പോൾ ഒരു പൈ നെറ്റ്വർക്ക് പ്രീ മാർക്കറ്റ് ഇല്ലെങ്കിൽ IOU പ്രൈസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ കിടക്കുന്നതൊക്കെ എവിടെയായിരിക്കും? അപ്പോൾ അൺപോപ്പുലർ ആയിട്ടുള്ള ഓരോ എക്സ്ചേഞ്ചുകളിലും ഏറ്റവും കൂടുതൽ വാല്യൂ കിടക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊന്നും കൂടുതൽ അത് ട്രേഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സപ്ലൈയും ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യാത്തത് കൊണ്ടും അവിടെ നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ OKX നമ്മുടെ ഇന്ത്യയിൽ അവിടെ ബാനാണ്. അതേപോലെ തന്നെ ബിറ്റ്ഗെറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ സിംപ്ലി സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പൈ നെറ്റ്വർക്കിൽ ആദ്യമായിട്ട് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എവിടെ നിന്നാണ് അഡ്രസ്സ് കിട്ടുകയെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റ് ഓപ്പൺ ആക്കുക, ആഡ് ഫണ്ട് കൊടുക്കുക, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ കൊടുക്കുക, പൈ എന്ന് സെർച്ച് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും അന്തളിച്ച് നിൽക്കരുത്. ഈ പ്രൈസിലൊന്നും ആയിരിക്കില്ല ഇത് മെയിൻ നെറ്റിൽ ലോഞ്ച് ആവാൻ പോവുക. അതിൻ്റെ ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് മൊത്തം ടോട്ടലായിട്ടുള്ള സപ്ലൈ 100 ബില്യൺ ആണ്. അതിൽ എത്രത്തോളം സപ്ലൈ ആണ് ഇപ്പോൾ അവർ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം 9.something ബില്യൺ ടോക്കൺസ് ആണ് ഇപ്പോൾ അവർ പുറത്തു വരാൻ കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത ടോക്കൺസ് എന്ന് പറഞ്ഞാൽ 6.something ടോക്കൺസ് ബില്യൺ ടോക്കൺസ് ആണ് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾ മൈഗ്രേറ്റിൽ നിന്ന് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുള്ള ടോക്കൺസിൻ്റെ കണക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ 4 ബില്യൺ സംതിങ് ടോക്കൺസ് ആണ് നിങ്ങൾ അത് മൈഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ടുള്ള സർക്കുലേറ്റിംഗ് ഇപ്പോൾ ഈ ഇന്ന് 1:30 സർക്കുലേറ്റിംഗ് എത്രയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 1.something ബില്യൺ ടോക്കൺസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സർക്കുലേറ്റിംഗ് ആയിട്ട് അവർ വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ വാല്യൂ വരണമെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ കമ്പനി എന്ത് വിചാരിക്കണം, നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവരണം. ഒരുപാട് സപ്ലൈ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് വാല്യൂ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരൊന്നും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാതെ പതുക്കെയാണ്, ഇല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും കുറച്ചൊക്കെ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അവൻ്റെ കമ്പനി സൈഡ് അവർ ചെയ്യുന്നുണ്ട്. ഇനി മേജറായിട്ടുള്ള ഡൗട്ട് നിങ്ങളുടെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബൈനാൻസിൽ ലിസ്റ്റ് ആവുമെന്നാണ്. ബൈനാൻസിൽ ലിസ്റ്റ് ആവാൻ അവരിപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ട്രേഡിംഗ് പെയർ ആയിട്ട് എടുത്തിട്ടില്ല. നിങ്ങളുടെ യൂസേഴ്സിൻ്റെ എന്താണ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി അവരൊരു വോട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വോട്ടിംഗ് കൂടുതൽ വരുന്ന ആൾക്കാർക്ക് വെച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ആ പ്രൊജക്റ്റ് അവർ 27-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിൽ ട്രേഡിംഗ് കൊണ്ടുവരണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യം അവർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ടോക്കൺ നമ്മുടെ കയ്യിൽ കിട്ടിയതും ഇതിന് ഒരുപാട് പ്രൈസ് നല്ല രീതിയിൽ തന്നെ പമ്പാവോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു രീതിയിൽ ഇതൊരിക്കലും പമ്പാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഈ ടോക്കൺസ് ഉണ്ട്. 50 മില്യൺ 60 മില്യൺ ആൾക്കാരുടെ ഈ ടോക്കൺസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഏറ്റവും ലീസ്റ്റ് എടുത്താലും 20 മില്യൺ ആൾക്കാരുടെയെങ്കിലും ഈ ഒരു പൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉണ്ട്. ആ പൈ നെറ്റ്വർക്ക് എന്നുള്ള ടോക്കൺ അവർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാനാണ് മുമ്പ് തന്നെ സെല്ല് ചെയ്തിട്ടുണ്ടാവും, ഓരോ ആൾക്കാർക്ക് സെല്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ട്രേഡിങ്ങും നല്ല രീതിയിൽ തന്നെ അത് സെല്ല് ചെയ്യാനും കുറേ ആൾക്കാർ ശ്രമിക്കും. വന്ന ഉടനെ തന്നെ ഇതിനൊരു ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിനൊരു നല്ല പൊട്ടൻഷ്യൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ല നിങ്ങൾക്ക് വാല്യൂ കിട്ടാൻ ഇപ്പോൾ ഒരു നല്ല ചാൻസ് ആണ് കുറേ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുമ്പോൾ അതിൽ വരാൻ പോകുന്നത്.
നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ വാക്കിനൊരു മാറ്റമൊന്നുമില്ല, അതിന് ഒരുപാട് പ്രൈസ് ഒന്നും വരില്ല. ഇത് ബിറ്റ് കോയിൻ ഒരിക്കലും തൊടില്ല എന്ന് ഞാൻ ഇപ്പോഴും 100% വിശ്വസിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ അതിന് അത്രത്തോളം സപ്ലൈ ഉണ്ട്. അതിൻ്റെ ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഇത്രത്തോളം ഒരു വെറും നമ്മുടെ ബിറ്റ് കോയിനൊക്കെ എങ്ങനെയാണ് മൈൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയോ? പ്രൊസസ്സർ വെച്ചിട്ടാണ്. നിങ്ങളൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു റൂം മൊത്തം വലിയ ആൾക്കാർ നിറയെ പ്രൊസസ്സർ വെച്ചിട്ട് അതിൻ്റെ ഓരോരോ ട്രാൻസാക്ഷൻ കാൽക്കുലേഷനൊക്കെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുമ്പോൾ ആ പ്രൊസസ്സറിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെറിയ പോയിന്റ്സ് ആണ്, ഇല്ലെങ്കിൽ ടോക്കൺസ് ആണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ പ്രൊസസ്സറും വെച്ചിട്ട് 50 മില്യൺ ആൾക്കാർ പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് കുറേ ലാഭം ഉണ്ടാക്കിയെന്നല്ലാതെ നിങ്ങൾക്ക് ലാഭം തരുമെന്ന് എനിക്ക് ഇപ്പോഴും 100% പൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ വിശ്വാസമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നല്ലത് വരട്ടെ. നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 2 ചീത്ത മാത്രം കേൾക്കാനുള്ളൂ, എനിക്ക് നഷ്ടമൊന്നുമില്ല. ചീത്ത കേൾക്കുന്നതും അതിങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, പറയണം, നമ്മുടെ ഇവിടെ എൻഗേജ്മെൻറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് 1:30 ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ടൈം ഫാമിൻ്റെ അപ്ഡേറ്റ് ആണ്. ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പഴയ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് ഏറ്റവും നല്ലൊരു ബ്ലോക്ക് ചെയിൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, 2016 വന്ന കമ്പനി, അവർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ടൈം ഫാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്വാർട്ടർലി 1 of 2025 ആണ്. അപ്പോൾ ആ ലിസ്റ്റിംഗ് ഡേറ്റ് അടുത്തോടുള്ള മാറ്റങ്ങൾ ആ ഒരു പ്രൊജക്റ്റിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും ഞാൻ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ബോട്ടിലേക്ക് പോകുന്നുണ്ട്. ബോട്ടിലേക്ക് പോയിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ AMA ആസ്ക് മീ എനിത്തിങ് എന്നുള്ള ഒരു സെഷൻ റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബോട്ടിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. എന്ത് മാറ്റമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ ഈ സെഷനിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് സെക്കൻഡ്സ്, ഇവിടെ ഞാൻ ഒരിക്കലും പോയിന്റ്സ് എന്ന് പറയുന്നില്ല, ഇതും ഫുള്ള് ടോക്കൺസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ സെക്കൻഡ്സ് ടോക്കൺസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. യുവർ സെക്കൻഡ്സ് വിൽ ബി അവൈൽ ഫോർ വിഡ്രോയിൽ സൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള റോഡ് മാപ്പിൽ അവൻ്റെ കിട്ടിയിട്ടുള്ള ഹിൻഡ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി 1 of 2025 ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ എന്തായാലും മാർച്ചിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രോഫിറ്റ് കിട്ടില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരെയധികം പ്രോഫിറ്റ് കിട്ടും. ഇതിൻ്റെ ഫസ്റ്റ് P2P ട്രേഡ് എത്ര നടന്നു എന്ന് പറഞ്ഞാൽ 2 ബില്യൺ ടോക്കൺസ് $160 നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരെ ഹോമിലേക്ക് വരുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ടൊരു കാര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെക്കൻഡ്സ് ഒരു ടിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെയുള്ള കുറച്ചൊരു ടിക്കറ്റിൻ്റെ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും നിങ്ങൾ എലിജിബിൾ ആവോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എലിജിബിൾ ആവാനുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ മൊത്തം 1, 5, 10, 35 മൊത്തം ഒരു 100 ആൾക്കാർക്കാണ് ഈ ഒരു ഈച്ച് ഡോളേഴ്സും പോകുന്നത്. നമ്മളൊന്നും ഇത് ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഡെയിലി ചെക്ക് ഇൻ ചെയ്യാതിരിക്കരുത്. ഡെയിലി ചെക്ക് ഇൻ ഇതിൽ മെയിൻ മാറ്ററാണ്. ഞാനൊക്കെ എൻ്റെ തെറ്റിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ചെക്ക് ഇൻ ഇനിയെങ്കിലും ടൈം ഫാമിൽ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ളൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടാണ് കുറേ ആൾക്കാർക്ക്. തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് മുമ്പ് വന്നാണ്. എല്ലാ ആൾക്കാരും ആ ക്ലോക്കിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഇനിയും എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നഷ്ടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്കിലാണ് നമുക്ക് ഇവിടെ വെച്ചൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പോയിന്റ് കൊടുത്ത് നമുക്ക് വേറെ ഇതിലേക്ക് റെഫറിൽ കയറ്റാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. ക്രിയേറ്റ് ഓൺ ടാസ്ക്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഒരു സെക്കൻഡ് പോയിന്റ്സ് നിങ്ങൾക്ക് വേണം. ഇതിലൊന്നും നിങ്ങൾ നിങ്ങളിവിടെ കയറിയിട്ട് പബ്ലിഷ് യുവർ ടാസ്ക് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ലിങ്ക് ഇവിടെ കൊടുക്കുക. എക്സാമ്പിൾ നിങ്ങളുടെ എന്തിന് ലിങ്ക് ആണെന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇവിടെ ലിങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീജിയനും കൊടുത്ത് നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് പോവും. അവർ ഒരാൾക്ക് ഇതിൽ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് 1 ലക്ഷം സെക്കൻഡ്സ് ടോക്കൺസ് ആണ് പോവുക. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 2 ബില്യൺ ടോക്കൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ പല പ്രൊജക്റ്റുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറിൽ കയറ്റാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ടാസ്കുകളൊക്കെ ഇനി മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ടാസ്കായിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റാണ് ഇന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം, ഇതിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് ഓപ്പൺ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസെൻ്റ്ലി ഒന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാലൻസ് ഹിസ്റ്ററിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഓൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഔട്ട്കമ്മും ബേൺ ചെയ്ത് പോയതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ബേൺ ചെയ്ത് കളയരുത്. നിങ്ങളുടെ പൈസയാണ് ബേൺ ചെയ്ത് പോകുന്നത് മനസ്സിലാക്കുക. അപ്പോൾ റെഗുലർ ആയിട്ട് ഒരു വിത്തിൻ 3 ഡേയ്സിലെങ്കിലും ഇത് ഓപ്പൺ ചെയ്യണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പ്രൈസ് പൂളിൻ്റെ ആക്ടിവിറ്റി പൂളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ആ ടിക്കറ്റിൻ്റെ കാര്യം തന്നെയാണ്. വേറെ ഒരു പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റേക്ക്
ചെയ്യാം. സ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ തന്നെ സമയം തരും. ഇന്നൊരു സമയത്താണ് ഞങ്ങൾ ലിസ്റ്റ് ആവാൻ പോകുന്നത്, അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ തിരിച്ചെടുത്താൽ മതി. ഇനി മേജറായിട്ടുള്ള കാര്യം നമ്മുടെ ഈ ട്രാൻസ്ഫർ സെക്കൻഡ്. ഈ ട്രാൻസ്ഫർ സെക്കൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ടോൺ കൊടുക്കാനുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിന് ആദ്യം വന്നിട്ടുള്ള ട്രേഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $160 ആണ്. പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതിനൊരു ഇന്നലെ വരെ കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ വിഡ്രോ സെഷൻ വന്ന കാരണം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒരു പൈസ കൂട്ടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വിൽക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും സെക്കൻഡിൻ്റെ പൈസ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അത് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നമ്മളെ താഴെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ഈ ഒരു അക്കൗണ്ടിലെ സെക്കൻഡ്സ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. എനിക്കിവിടെ മൊത്തം 1 ബില്യൺ സെക്കൻഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പ്രൈസ് തരാൻ പറ്റുമോ ആ പ്രൈസ് വന്നിട്ട് നിങ്ങൾ ഈ താഴെ കമൻറ്റിൽ പറയാം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്ത് തരാം, നിങ്ങൾക്ക് താഴെ ഇട്ട് തരാം. റീസെൻ്റ്ലി തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 17 പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഫാമിൻ്റെ സെക്കൻഡ്സ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ തരുന്നത്. ഇതാരും മിസ്യൂസ് ചെയ്യരുത്. ഇവിടെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആധാർ തരണം, ഇല്ലെങ്കിൽ പാൻ തരണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട് മാത്രം നിങ്ങൾ ഡീലറായിട്ട് സംസാരിക്കുക. ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പ്രൈസിന് നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ സ്മാർട്ട് വർക്കാണ്. നിങ്ങൾ ട്വൈസ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരാളിനെ മനസ്സിലാക്കി ഇല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വാങ്ങിപ്പിക്കുക. ഇതിലൊന്നും ഞാൻ ഒരിക്കലും ഒരാളെ സ്കാം ചെയ്തില്ലേ, പറ്റിച്ചില്ലേ എന്ന് പറയില്ല. P2P എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ 100% മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ പാവത്താനെ പോലെ നിങ്ങളോട് അത് ചെയ്യലടാ, നിന്നെ പറ്റിക്കല്ലടാ അങ്ങനെ പറയാൻ എന്നെ കൊണ്ട് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും റിയാലിറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ട് തരാം. ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പ്രൈസിൽ നിങ്ങളുടെ ടൈം ഫാമിലെ സെക്കൻഡ്സ് വിൽക്കാൻ പറ്റുമോ വിൽക്കുക, അതേപോലെ തന്നെ വാങ്ങാൻ പറ്റുമോ വാങ്ങുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഗുണം? നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ 1 ബില്യൺ ടോക്കൺ ഞാൻ തരാൻ തയ്യാറാണ്. എനിക്ക് എത്രത്തോളം പ്രൈസ് തരുന്നു നിങ്ങൾ താഴെ കമൻറ്റിൽ വന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൈൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ടൈം ഫാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ടെലിഗ്രാം ചാനലാണ്. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറണം. അപ്പോൾ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് കയറുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി വരുന്ന പുതിയ അപ്ഡേറ്റുകൾ 90% നമ്മൾ അത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ കൊണ്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ലൂട്ട്സിൻ്റെ കാര്യം കൂടി അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഓരോ ലിങ്കിലും കയറാം. ലിങ്കിൽ കയറിയിട്ട് അതിലൊരു KYC കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 170 രൂപ കയറും, 100 രൂപ കയറും, 125 രൂപ കയറും, 60 രൂപ കയറും, 100 രൂപ കയറും, 1700 രൂപ കയറും, 500 രൂപ കയറും. അങ്ങനെയുള്ള പല ലൂട്ട്സുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ആൾറെഡിയൊക്കെ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഇന്നലെ തന്നെ നിങ്ങളുടെ അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇന്നലെ തന്നെ 2-3 പേര് കയറിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UPI ID കൊടുക്കുക. UPI ID കൊടുത്തു എന്ന് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആധാർ പാൻ കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്യുക. ഈ ആധാർ പാൻ കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു പൈസ കൊടുക്കേണ്ട. നിങ്ങൾ അവിടെ നിന്ന് ട്രേഡ് ചെയ്യണമെന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യണമെന്നില്ല. വെറുതെ തന്നെ നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്ക് ഇങ്ങനെ പൈസ കിട്ടാൻ തുടങ്ങും. വെറുതെ എന്നല്ല, ഇതൊരു ആപ്പ് പ്രൊമോഷനാണ്. അവരിനെ പ്രൊമോട്ട് ചെയ്യുന്നു, എനിക്കൊരു ഇൻകം, നിങ്ങൾക്കൊരു ഇൻകം, അതുപോലെ തന്നെ ആ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊരു ഇൻകം. അപ്പോൾ 3 ആയിട്ട് ഇൻകം പിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇത് ലൂട്ട് ക്യാമ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കയറി നോക്കുക. കയറി നോക്കിയിട്ട് പൈസ കിട്ടിയെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാം എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, ഞാൻ ഒരിക്കലും കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും ഇത് പ്രൊമോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നേരെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഒന്നും കൂടി വരാം. ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഈ ടെലിഗ്രാം ചാനലിലെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക. അത് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. പയ്യൻ്റെ കാര്യം നമുക്ക് 1 മണിക്ക് ലൈവിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.